സഹോദരീ സഹോദരന്മാരെ, നാം ഇന്ന് തിരുവനന്തപുരം അതിരൂപതയിലെ കരിങ്കുളം സെയിൻറ് ആൻഡ്രൂസ് ഇടവകയിലെ ദാസന്റെയും മേരിയുടെയും മകൾ സിസ്റ്റർ മേരി ഷീല ദാസൻ ഓഫ് ഡിവൈൻ മേഴ്സി, വരാപ്പുഴ അതിരൂപതയിലെ സെയിൻറ് ജോർജ് വാടേലി ഇടവകയിലെ കളത്തിപ്പറമ്പിൽ സ്റ്റീഫന്റെയും ലൂസിയുടെയും മകൾ സിസ്റ്റർ മേരി സ്റ്റേസി ഓഫ് ദ റിസൺ ക്രൈസ്റ്റ് എന്നീ സഹോദരിമാരുടെ ശാശ്വത സമർപ്പണ ആഘോഷങ്ങളിൽ സംബന്ധിക്കുവാൻ ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുകയാണ്. ഇവർ നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളിക്ക് ഉദാരമനസ്കതയോടെ പ്രത്യുത്തരം നൽകിക്കൊണ്ട് കന്യാവ്രതം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങളിലൂടെ സുവിശേഷം കൈമുതലാക്കി എന്നേക്കും ജീവിക്കുന്നതിന് ദൃഢനിശ്ചയം ചെയ്യാൻ പോവുകയാണ്. ഇവരുടെ വഴിയും സത്യവുമായ യേശുവിനെ അനുഗമിക്കുമെന്നും അനുദിന കുരിശുകൾ തങ്ങളുടെ ഗുരുവിനെ പ്രതി സസന്തോഷം വഹിക്കുമെന്നും വാഗ്ദാനം ചെയ്യാൻ പോകുന്നു. തെരേസ്യൻ കർമ്മലീത്ത സഭാംഗങ്ങളായ ഇവർ പരിശുദ്ധ കന്യകാമറിയത്തോട് സവിശേഷമായ ഭക്തിയും സ്നേഹവും പുലർത്തുന്നു. നമ്മുടെ അമ്മയും സഭയുടെ സ്ഥാപകയുമായ ലീമായിലെ വിശുദ്ധ റോസിൻ്റെ ത്രേസ്യയെ പോലെ ആഴമേറിയ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും പാവങ്ങളോടും സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവരോടുമുള്ള സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സാക്ഷ്യം വഹിക്കുന്നു. ആവിലായിലെ അമ്മ ത്രേസ്യയുടെയും ഞങ്ങളുടെ സഭാസ്ഥാപകയുടെയും ജീവിത മാതൃകയാൽ പ്രചോദിതരായി ഈ സഹോദരികൾ ഇന്ന് ഇവരുടെ നിത്യവ്രതാർപ്പണം നടത്തുകയാണ്. നിത്യവ്രതം ചെയ്യാനുള്ള അർത്ഥിനികൾ കുരിശും വഹിച്ചുകൊണ്ട് രൂപീകരണ സംഘത്തിലെ ഒരംഗം, പ്രൊവിൻഷ്യൽ, അൾത്താര സഹായികൾ, കാർമ്മികൾ, പ്രധാന കാർമ്മികൻ എന്നിവരാൽ ആനീതരായി അൾത്താരയിലേക്ക് വരുന്നു. പ്രദക്ഷിണം അൾത്താരയിൽ പ്രവേശിക്കുമ്പോൾ അഭിവന്യ പിതാവ് അൾത്താരയും ക്രൂശിത രൂപവും ധൂപിച്ച ശേഷം നമ്മുടെ മധ്യേയുള്ള യേശുവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന തിരി കത്തിക്കുന്നു. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഭക്തി പുരസ്സരം ഈ വിശുദ്ധ ബലിക്കായി ഒരുങ്ങാം. അനുഗ്രഹപ്രദായകമായ ദൈവത്തിൻ്റെ ചൈതന്യം ഈ അർത്ഥിനികളുടെ ജീവിതത്തിലുടനീളം ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥനയോടെ പ്രവേശന ഗാനത്തിനായി എഴുന്നേറ്റ് നിൽക്കാം. മണികൾ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ബഹുമാനപ്പെട്ട സിസ്റ്റർ വിനീത പ്രൊവിൻഷ്യൽ, ബഹുമാനപ്പെട്ട സഹോദരിമാരെ, സിസ്റ്റർ ഷീലാദാസൻ, സിസ്റ്റർ സ്റ്റേസി എന്നിവരുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, മറ്റുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ഈ രണ്ട് സഹോദരികൾ സിസ്റ്റർ ഷീലാദാസനും സിസ്റ്റർ സ്റ്റേസിയും നിത്യവ്രത വാഗ്ദാനം നടത്തുകയാണ്. അവർ അതിനുവേണ്ടി ഒരുങ്ങി അവരുടെ ജീവിതത്തെ കർത്താവിന് മുഴുവനായിട്ട് കൊടുക്കും എന്നുള്ള പ്രതിജ്ഞയോടെയാണ് അവരിന്ന് ഈ കുരിശ് തോളിലേന്തി നമ്മുടെ മുമ്പിൽ നിൽക്കുക. ബെനഡിക്ട് മാർപ്പാപ്പ ഓർപ്പിക്കുന്നു, മനുഷ്യൻ്റെ ഭാരങ്ങൾ താങ്ങുവാൻ, അവൻ്റെ കുരിശെടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന്. പ്രത്യേകിച്ച് വൈദ്യരെക്കുറിച്ചും സന്യസ്തരെക്കുറിച്ചും ആ പരിശുദ്ധ പിതാവ് അങ്ങനെയാണ് പറഞ്ഞത്. കുരിശിനെല്ലാം വലിയ അർത്ഥമുണ്ട്. മുഴുവനായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും സംലപ്തമാകണം നമ്മുടെ ജീവിതം. ദൈവത്തിന് നമ്മൾ കൊടുത്തു എന്നുള്ള അടയാളമാണ് മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹവും അനുകമ്പയും. ഇന്ന് നമ്മുടെ വ്രതവാഗ്ദാനങ്ങൾ മൂന്നും പുതുക്കുമ്പോൾ നമ്മുടെ കന്യത്വവും നമ്മുടെ അനുസരണവും ദാരിദ്ര്യവുമൊക്കെ കാലഘട്ടത്തിൽപ്പെട്ട് അതിൻ്റെ സംസ്കാരങ്ങളിൽപ്പെട്ട് അലിഞ്ഞു പോകാതിരിക്കാൻ, മായം ചേർക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നാം ഇന്ന് പ്രത്യേകമായ വിധത്തിൽ നമ്മുടെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻസ് അതിന് കൊടുത്താണ് പലരും മുന്നോട്ട് പോകുന്നത്. അതിനെല്ലാം പ്രത്യേകമായ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നു. ഈ പ്രൊവിൻഷ്യൽ ഹൗസിൽ ഇരുന്ന ആൾക്കാർ കുറവാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണിത്. ഇവിടെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന നല്ല തീരുമാനങ്ങളാണ് ഈ സഭയ്ക്ക് അനുഗ്രഹമാവുന്നത്. അതുകൊണ്ട് ഈ സഹോദരിമാർ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും അതൊക്കെ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും അത് അനുഭവപ്പെടണം. നാം ദൈവത്തിന് സമർപ്പിച്ചവരാണെന്ന് നമ്മുടെ കൂടെയുള്ള ഒരുപാട് ജനങ്ങളുടെ മുമ്പിൽ തികഞ്ഞ സാക്ഷ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ വാക്കുകളിൽ, ചെയ്തികളിൽ, നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ എല്ലാം ഉണ്ടാകണമെന്നാണ്
അവിടെ നിന്ന് ഓർപ്പിക്കുക. നമുക്കങ്ങനെയാകാൻ ഇന്ന് അനുഗ്രഹം, പ്രത്യേകിച്ച് ഈ സഭയുടെ ഫൗണ്ടേഴ്സായ ലീമ, ആ ഒരു വിശുദ്ധ സ്ത്രീയോട് കൃത്യമായ അനുഗ്രഹം പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവരസ്യങ്ങൾ കൊണ്ടാടുന്ന യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവത്തിനു മഹത്വം. ദൈവമേ കർത്താവ് അങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ
തേജസ്സിൽ പാവനാത്മാവോടൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു ദാനീകരം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്താൽ ഈ സഹോദരികളെ വിശുദ്ധ മദ്രസയുടെ സന്യാസഭയിൽ സാർപ്പിത ജീവിതത്തിനായി തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങയുടെ ശക്തി കൊണ്ടും സ്നേഹം കൊണ്ടും ഇവരെ നിറയ്ക്കണമേ. ഇവർ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്നവ വിശ്വസ്തയോടെ പാലിക്കുവാൻ ഇവരെ സഹായിക്കണമേ. നീതിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അങ്ങയുടെ പുത്രന് അവരെ സാക്ഷികളാക്കി തീർക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ദൈവവചന ശുശ്രൂഷ, ദൈവവചന പ്രഘോഷണ കർമ്മമാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. കർമ്മലീത്തരുടെ പിതാവായ ഏലിയാസ് പ്രവാചകൻ നിശബ്ദമായ ധ്യാനത്തിലൂടെ ദൈവഹിതം കണ്ടെത്തിയതുപോലെ കർമ്മലീത്ത സന്യാസിനികൾ മൗനത്തിലും ധ്യാനത്തിലും ദൈവത്തെ കണ്ടുമുട്ടുന്നതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. വ്രതവാഗ്ദാനം നടത്താനുള്ള സഹോദരിമാർ വചനപ്രഘോഷണം നടത്തുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന്. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക, അവിടുന്ന് അരുൾ ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റു കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിനു ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ച് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്തു നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ.
എൻ്റെയും ജീവൻ അവർ വേട്ടയാടുന്നു. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബെമെഹോലായിലെ ഷാഫാത്തിൻ്റെ മകൻ എലീഷായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സമ്പൂർണ്ണ ഹൃദയത്തിൻ സന്തോഷത്തിൽ കീർത്തിക്കുന്നങ്ങയെ സാദരം ഞാൻ. സമ്പൂർണ്ണ ഹൃദയത്തിൻ സന്തോഷത്തിൽ കീർത്തിക്കുന്നങ്ങയെ സാദരം ഞാൻ. നാമം ജപിപ്പാനിൻ സന്നിധിയിൽ നന്ദിയർപ്പിക്കുന്നു നന്മകൾക്കായി. സ്തോത്രമേകുന്നു ഞാൻ അങ്ങേക്കെന്നും. നിൻ സ്നേഹകാരുണ്യം ഓർമ്മിക്കുമ്പോൾ സമ്പൂർണ്ണ ഹൃദയത്തിൻ സന്തോഷത്തിൽ കീർത്തിക്കുന്നങ്ങയെ സാദരം ഞാൻ. ധൈര്യം പകർന്നങ്ങ് ശക്തി നൽകി. സാഫല്യമേകുന്നു ദൈവമേ നീ. നിൻ നാമമെന്നെന്നും കീർത്തിക്കും ഞാൻ. എന്തെന്നാൽ അങ്ങെന്നെ സേവിച്ചുവല്ലോ. സമ്പൂർണ്ണ ഹൃദയത്തിൻ സന്തോഷത്തിൽ കീർത്തിക്കുന്നങ്ങയെ സാദരം ഞാൻ. അത്യുന്നതമല്ലോ നിൻ മഹത്വം. അനന്തമല്ലോ നിന്റെ കാരുണ്യവും. തിരുനാമം പാടും ഞാൻ എന്നുമെന്നും. വർണ്ണിക്കും ഞാനങ്ങേ തിരുവചനത്തെ. സമ്പൂർണ്ണ ഹൃദയത്തിൻ സന്തോഷത്തിൽ കീർത്തിക്കുന്നങ്ങയെ സാദരം ഞാൻ. സമ്പൂർണ്ണ ഹൃദയത്തിൻ സന്തോഷത്തിൽ കീർത്തിക്കുന്നങ്ങയെ സാദരം ഞാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ
അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും, ശുശ്രൂഷാവരം ശുശ്രൂഷാ നിർവഹണത്തിലും, അധ്യാപനവരം അധ്യാപനത്തിലും, ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ടു നിൽക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 17 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം എവിടെയായിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയൊരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. അവർ ഭയവിഹ്വലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ ഏവരുടെയും പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാവട്ടെ. അഭിവന്യ പിതാവേ, ബഹുമാനപ്പെട്ട സെക്രട്ടറി അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രൊവിൻഷ്യൽ, മറ്റ് സഹോദരിമാരെ, ഇന്ന് നിത്യവ്രത വാഗ്ദാനം ചെയ്യുന്ന സിസ്റ്റർ മേരി, ഷീല മേരി, സ്റ്റേസി, മാതാപിതാക്കന്മാരെ, എല്ലാവരുടെയും നാമത്തിൽ, എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിങ്ങൾ രണ്ടുപേർക്കും ഈ നല്ല ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനാപൂർവം നേർന്നുകൊള്ളുന്നു. ഞാനിവിടെ എടുത്ത് വായിച്ച സുവിശേഷം നിങ്ങൾ രണ്ടുപേരും ഒത്തിരി വട്ടം കേട്ടിട്ടുള്ളതാണ്, ഒരുപക്ഷെ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ സുവിശേഷത്തിൽ 2 സ്ഥലങ്ങളുണ്ട്, താബോറും താഴ്വരയും. ഈ 2 സ്ഥലങ്ങളും 2 യാഥാർത്ഥ്യങ്ങളാണ്. സന്യാസ ജീവിതത്തിൽ 2 വലിയ യാഥാർത്ഥ്യങ്ങളാണ് ഈ താബോറും താഴ്വരയും. ഇതിൻ്റെ ഉള്ളിലാണ് സന്യാസ ജീവിതം, അല്ലെങ്കിൽ ഉള്ളിലായിരിക്കണം സന്യാസ ജീവിതം. യേശുനാഥൻ 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് യാത്ര ആരംഭിക്കുന്നത് താഴ്വരയിൽ നിന്നാണ്. ദൈവം താഴ്വരയിൽ നിന്നാണ് നിങ്ങളെ കണ്ടെത്തിയത്. സാധാരണ നിങ്ങൾ പറയുന്നത് ദൈവം എന്നെ വിളിച്ചു എന്നാണ്. നമ്മളെല്ലാവരും അങ്ങനെ പറയാം. ഞാൻ അങ്ങനെയാണ് പറയണം. സന്യസ്തർ പറയുക ദൈവം വിളിച്ചു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ദൈവം എന്നെ സ്വന്തമാക്കിയെന്നാണ്. പെർമനന്റ്. അതാണ് സോളം പ്രൊഫഷൻ. അവിടെ എഴുതി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ദൈവം 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് താഴ്വരയിൽ നിന്നൊരു യാത്ര പോവുകയാണ് മലമുകളിലേക്ക്. മല കയറ്റവുമുണ്ട്, മല ഇറക്കവുമുണ്ട്, രണ്ടുമുണ്ട് ഇവിടെ. ഇത് സന്യാസത്തിൽ നടക്കുന്നൊരു കാര്യമാണ്, നടക്കേണ്ട കാര്യമാണ്. മല കയറുകയും ദിവസവും മല കയറുകയും മല ഇറങ്ങുകയും വേണം. ഇപ്പം താഴ്വാരം എന്ന് പറഞ്ഞാൽ മാനുഷിക യാഥാർത്ഥ്യങ്ങളുള്ള, മാനുഷിക സത്യങ്ങളുള്ള, മനുഷ്യൻ്റെ കണ്ണുനീരും വേദനയും സന്തോഷവും എല്ലാം ഉള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് ഒരു പ്രത്യേകതയും ഇല്ലാത്ത നിങ്ങളെ കണ്ടെത്തിയത്. അങ്ങനെ പറയുമ്പോൾ വിഷമം ഉണ്ടാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. വിഷമം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. പ്രസംഗം കഴിയുമ്പോൾ ഞാനിവിടുന്ന് സ്ഥലം വിടും. എന്ത് പ്രത്യേകത നമുക്കൊക്കെ ഉണ്ടായിരുന്ന? ദൈവമാണ് നമ്മളെ കണ്ടെത്തിയത്, ദൈവമാണ് നമ്മളെ സ്വന്തമാക്കിയത്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അവിടെ നിന്നൊരു യാത്രയാണ്. ഈ മലമുകളിൽ നടക്കുന്ന എന്താണ്? ദൈവിക കാര്യങ്ങളാണ്. ശിഷ്യന്മാർക്കൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ഈ സംഭവത്തിൽ 7 കാര്യങ്ങളുണ്ട് പത്രോസും കൂട്ടുകാരും ചെയ്യുന്നത്. ഈ 7 കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്യുന്നതാണ്, ചെയ്യേണ്ടതാണ്. അതാണ് സന്യാസ ജീവിതം. മലമുകളിൽ ദൈവിക കാര്യങ്ങളാണ്. യേശുവിൻ്റെ അബ്ബ എക്സ്പീരിയൻസ് എന്നാണ് അതിനെ പറയുന്നത്, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ഇവർ വെറും കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. യേശുവിന് രൂപാന്തരീകരണം ഉണ്ടായി, അവരത് നോക്കി നിന്നു എന്നാണ് പറയുന്നത്. ദൈവത്തെ നോക്കി നിൽക്കുക, ഒന്നാമത്തെ കാര്യം. ദൈവത്തെ മാത്രം നോക്കി നിൽക്കുക. ഒരു സന്യാസി അതാണ് ചെയ്യേണ്ടത്. എന്നും ദൈവത്തെ മാത്രം നോക്കുക. ദൈവം മാത്രം മതിയെന്ന് ഒരു വിശുദ്ധ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അമ്മ ത്രേസ്യ പറഞ്ഞിട്ടുണ്ട്. ഗോഡ് അലോൺ സഫൈസ്. ദൈവം മാത്രം മതി. അതാണിത്. അവർ ദൈവത്തെ അവർ നോക്കി നിന്നു എന്നാണ് പറയുന്നത്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ അവർ നോക്കി നിന്നു, അല്ലെങ്കിൽ അവർ കണ്ടു. നോക്കുമ്പോഴാണ് കാണുന്നത്. ദൈവത്തെ ജീവിതത്തിലുടനീളം നോക്കി നിൽക്കണം. അപ്പോൾ നോക്കി നിന്നപ്പോൾ അവർ കണ്ടു. നോക്കിയാലേ കാണുകയുള്ളൂ.
അപ്പോൾ ദൈവത്തെ നോക്കി നിൽക്കുക, അല്ലെങ്കിൽ കണ്ടു നിൽക്കുക. ഈ ദൈവത്തെ കേട്ടു നിൽക്കുക. അവർ ദൈവത്തെ കേട്ടു, ശ്രവിച്ചു. എന്നും ദൈവത്തെ ശ്രവിക്കണം. ഇൻ സൈലൻസ് ആൻഡ് ഇൻ സോളിറ്റ്യൂഡ്. അവരെന്താണ് കേട്ടത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായി, ഇവനെ ശ്രവിക്കുവിൻ. അവർ ശ്രവിച്ചു. ശ്രവിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുക, പത്രോസ് പറയുന്നത്, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. അതായിരിക്കണം ഓരോ സന്യസ്തരുടെയും അനുഭവം. ഇതൊക്കെ പറയാൻ എളുപ്പമുണ്ടാ. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. പത്രോസോട് പറഞ്ഞു, ഇവിടെ കർത്താവേ, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തവരാണ് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. മറിയത്തോട് യേശു, നീ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. നല്ല ഭാഗം തിരഞ്ഞെടുത്തത് നല്ലതാണ് പത്രോസ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ആയിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. ആ അനുഭവം നമുക്കുണ്ടാവണം. നിത്യവ്രത വാഗ്ദാനം ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ജീവിതം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്നുള്ള ആ ചിന്ത എപ്പോഴും നമുക്കുണ്ടാവണം. ആ നന്മയിൽ നിന്ന് എന്താ വരുന്നത്? ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. അപ്പോസ്തലേറ്റ്, ശുശ്രൂഷ. ഞങ്ങളിവിടെ 3 വാക്കുകളെല്ലാം അതുപോലെ തന്നെ ഞാൻ പറയുന്നത്. ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. വെരി ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഈ 3 കൂടാരങ്ങൾ ആർക്ക് വേണ്ടിയാണെന്ന്. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. വളരെ വ്യക്തമാണ്. ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ബട്ട് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ദൈവതിരുഹിതം, ദൈവത്തിന് ഞങ്ങൾക്ക് കൂടാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുണ്ട്. പക്ഷെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, വിൽ ഓഫ് ഗോഡ്. നമ്മൾ സന്യാസത്തിൽ ഏറ്റവും കൂടുതൽ മേലധികാരികളിൽ നിന്ന്, പ്രൊവിൻഷ്യൽ നിന്ന് കേൾക്കണം വിൽ ഓഫ് ഗോഡ്. ട്രാൻസ്ഫർ തരുമ്പോൾ ഇഷ്ടമില്ലാത്ത സ്ഥലത്താണെങ്കിലും ജസ്റ്റ് പ്രൊവിൻഷ്യൽ, അത് ഇസ് വിൽ ഓഫ് ഗോഡ് ഫോർ യു എന്ന് പറയും അല്ലേ. അപ്പം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. എന്നും ഇഷ്ടങ്ങളുണ്ടാകും. ഞങ്ങൾക്ക് ഇഷ്ടങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ തിരഹിതമാണോ എന്നുകൂടി നമ്മൾ അന്വേഷിക്കണം. അതാണ് പത്രോസ് പറയുന്നത്, ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, നിനക്ക് ഇഷ്ടമാണെങ്കിൽ. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ദൈവത്തിൻ്റെ തിരഹിതം നിറവേറ്റുക. അലമുകൾ അതാണ് പത്രോസ്. നമ്മൾ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റേണ്ടവരാണ്. ഇനി അടുത്തത് ഇവിടെ കാണുന്ന കാര്യങ്ങൾ. 3 കൂടാരങ്ങൾ, ശരിക്കും 4 കൂടാരങ്ങളാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത് അല്ലേ. പത്രോസിന് പണ്ടേ കണക്കറിയാൻ പാടില്ല. 1 for you, 1 for Moses, 1 for Elijah, 1 for us. അവരെവിടെ പോയി താമസിക്കും? എല്ലാവരെയും കൂടാരങ്ങൾ കെട്ടിയിട്ട് സ്വയം കൂടാരം കെട്ടാനായിട്ട് അവർ മറന്നു പോകുകയാണ്. ദൈവത്തിൻ്റെ കൂടാരത്തിൽ ഞങ്ങൾക്ക് സ്ഥലമുണ്ട്. അതാണ് സന്യാസം. സ്വന്തം കാര്യം നോക്കാൻ വന്നവരല്ല നമ്മൾ. സ്വന്തം കാര്യം നോക്കാൻ വന്നവരല്ല. അപ്പോൾ സ്വന്തമായിട്ട് കൂടാരങ്ങൾ കെട്ടാൻ അവർ മറന്നു പോവുകയാണ്. മറിച്ച് എല്ലാവർക്കും എല്ലാമായി തീരുക. പക്ഷെ മലമുകളിലെ യേശു മൗനിയാണ്. മലമുകളിലെ യേശു ഒന്നും പറയുന്നില്ല. പത്രോസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് മലമുകളിലെ യേശു മൗനിയാണ്, ഒന്നും പറയുന്നില്ല. ഇനി അവരുടെ അനുസരണ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ഇവനെ ശ്രവിക്കുവിൻ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വന്നവരെ ആവരണം ചെയ്തു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മേഘകൂടാരം. പത്രോസ് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുകയും അനുവാദം ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം ഒരു കൂടാരം ഉണ്ടാക്കിയിട്ട്, മേഘം കൊണ്ടൊരു കൂടാരം ഉണ്ടാക്കിയിട്ട് അവർ ആ കൂടാരത്തിലായി എന്നാണ് പറയുന്നത്. അവർ കൂടാരത്തിന് അകത്തായി. ദ കമ്മ്യൂണിറ്റി ലൈഫ്. അവർ കൂടാരത്തിലായിരിക്കുമ്പോഴാണ് ഒരുമിച്ചിരിക്കുന്നത്. ഒരുമിച്ചായിരിക്കും. എത്രയോ സൗഭാഗ്യകരം, എത്രയോ മനോഹരമാണ്. ആ മനോഹാരിതയെക്കുറിച്ച് സങ്കീർത്തകൻ പാടുന്നുണ്ട്. 133-ാമത്തെ സങ്കീർത്തനം. സഹോദരന്മാർ ഒരുമിച്ച് വരിക എത്രയോ മനോഹരമാണ്.
ഇവരെല്ലാവരും ഒരു കൂടാരത്തിൽ, ദൈവത്തിൻ്റെ മേഘ കൂടാരത്തിൽ അവർ ഒരുമിച്ചിരുന്നു. എന്നിട്ട് അപ്പോഴാണ് പറയുന്നത്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക, ഇവനെ അനുസരിക്കുക. അപ്പോൾ അവർ സാഷ്ടാംഗം, സ്വരം കേട്ടപ്പോൾ ഒരു സാഷ്ടാംഗ പ്രണാമം ചെയ്തു എന്നാണ് ഒറിജിനൽ ലാംഗ്വേജ്. ഇവിടെ തമിഴ്ന്ന് വീണു എന്ന് പറയണം, ഒന്തിയിട്ടതൊന്നും എല്ലാവരും. തമിഴ്ന്ന് സാഷ്ടാംഗ പ്രണാമം. ഒറിജിനൽ ഹീബ്രു ഗ്രീക്കൊക്കെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. തിയോളജി പഠിച്ചവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പം അനുസരിച്ചു, ഇവനെ ശ്രവിക്കുവിൻ, അനുസരണം. ഒരു സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഇപ്പോൾ ഇവിടെ രൂപാന്തരീകരണം നടക്കുന്ന യേശുവിനാണ്. എല്ലാം കഴിഞ്ഞു, മലമുകളിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അവർ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. യേശു അടുത്തു വന്ന് അവരെ സ്പർശിച്ചു. ദ ടച്ച് ഓഫ് ദ ലോർഡ് ആൻഡ് ദ പ്രോമിസ് ഓഫ് ദ ലോർഡ്. രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. അപ്പം ദൈവത്തെ കേൾക്കുകയും ദൈവത്തെ കാണുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവഹിതം നിറവേറ്റുകയും ദൈവത്തിന് വേണ്ടി കൂടാരങ്ങൾ കെട്ടാനൊക്കെ പരിശ്രമിച്ചതിന് ഫലമായിട്ട് അവർക്ക് കിട്ടിയ റിവാർഡ്, ദ ടച്ച് ഓഫ് ദ ലോർഡ് ആൻഡ് ദ പ്രോമിസ് ഓഫ് ദ ലോർഡ്. അതിലും വലിയ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട. അവൻ അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. സ്പർശിക്കാതെ പറഞ്ഞാൽ പോരായിരുന്നില്ലേ? ദ ടച്ച് ഓഫ് ദ ലോർഡ് ആൻഡ് ദ പ്രോമിസ് ഓഫ് ദ ലോർഡ്. പ്രോമിസ് എന്തായിരുന്നു? ഭയപ്പെടേണ്ട. അത് മാത്രം മതി സന്യസ്തർക്ക് മുന്നോട്ട് പോകാൻ. ദൈവമാണ് പറയുന്നത് ഭയപ്പെടേണ്ട. അവരെഴുന്നേറ്റില്ല, പരിപാടിയും കഴിഞ്ഞു, താഴേക്ക് പോരുകയും. മലമുകളിൽ മാത്രമായിരിക്കാനായിട്ട് ആഗ്രഹിച്ച പത്രോസിനെ അവിടെ നിന്ന് യേശു താഴേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇനി ആ വചനം ഞാൻ വായിച്ചില്ല ഇവിടെ. താഴെ വരുമ്പോൾ 14-ാമത്തെ തിരുവചനം. നിങ്ങൾ ഇന്ന് നല്ല ദിവസമല്ലേ, അത് 14, 15, 16 ഒന്ന് വായിക്കണം കേട്ടോ. അവർ മലമുകളിൽ നിന്ന് ഇറങ്ങി താഴെ വരുമ്പോൾ താഴെ ഒരു വലിയ ജനക്കൂട്ടം കാത്തു നിൽക്കുകയാണ്. താഴ്വരയിൽ ഒരു വലിയ ജനക്കൂട്ടം. അവൻ ജനക്കൂട്ടത്തിനിടയിലേക്ക് വന്നു. മലമുകളിൽ നിന്ന് അനുഭവമായിട്ട്, പ്രാർത്ഥന അനുഭവമായിട്ട് യേശു താഴ്വരയിലേക്ക് വന്നു. ആദ്യം ചെയ്യുന്നത് ഒരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. ഇതൊക്കെ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥന ജീവിതമുണ്ട്, താബോർ അനുഭവം. ഒരുമിച്ച് നമ്മൾ ജീവിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. മല കയറ്റവും മല ഇറക്കവും. ഇത് മുഴുവനും പറഞ്ഞത് ഞാനല്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വീത്ത കോൺസക്രാത്ത എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം മുഴുവനും. അത് ഞാൻ കട്ടെടുത്ത് എൻ്റേതുപോലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2000-21 വർഷം മുമ്പ് വീത്ത കോൺസക്രാത്ത എന്ന് പറയുന്ന സന്യസ്തർക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ, അതിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഡോക്യുമെൻറ്റും സഭയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അത് മുഴുവനും പറയുന്നത് ഈ ഭാഗം എടുത്തിട്ടാണ്. അത് ഞാൻ മോഷ്ടിച്ചെടുത്തിട്ടാണ് ഇവിടെ പറഞ്ഞു. എൻ്റേതുപോലെ ഞാൻ പറഞ്ഞു. അപ്പോൾ സന്യാസ ജീവിതത്തെ വിശദീകരിക്കാനായിട്ട് ഈ പാസേജാണ് വിശുദ്ധനായ പിതാവെടുത്ത് നമ്മളോട് പറയുന്നത്. മല കയറ്റവും മല ഇറക്കവുമുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് നിങ്ങൾ ഓർക്കേണ്ടതും അനുസ്മരിക്കേണ്ടതും നിങ്ങളോട് പറയേണ്ടതും. അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് അവർ ദൈവത്തിൻ്റെ കൂടെയാണ് മല കയറിയതും ദൈവത്തിൻ്റെ കൂടെയാണ് മല ഇറങ്ങിയതും. അത് മറന്നുപോലെ. ദൈവത്തിൻ്റെ കൂടെയാണ് മല കയറിയതും ദൈവത്തിൻ്റെ കൂടെയാണ് മല ഇറങ്ങിയതും. നമ്മുടെ സന്യാസ ജീവിതത്തെ ഒരു മുന്തിരിത്തോട്ടത്തിൽ എന്ന് പറഞ്ഞൊരു അലഗറി ഉപയോഗിക്കാറുണ്ട് അല്ലെ? മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ. മത്തായി സുവിശേഷം 20 ഞാൻ ആ സുവിശേഷ ഭാഗമാണ് വായിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അതിരാവിലെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാനായിട്ട് പോവുകയാണ്. അതിരാവിലെ പോയി 3-ാം മണിക്കൂർ, 6-ാം മണിക്കൂർ, 9-ാം മണിക്കൂർ, 12-ാം മണിക്കൂർ 5 പ്രാവശ്യമാണ് പോയത്. അതിരാവിലെ 3-ാം മണിക്കൂർ, 6-ാം മണിക്കൂർ, 9-ാം മണിക്കൂർ, 12-ാം മണിക്കൂർ. എപ്പോഴും രണ്ടുപേരത്തെ കണ്ടുകിട്ടി. അതിൽ അലസന്മാരുണ്ടായിരുന്നു, അടിയന്മാരുണ്ടായിരുന്നു, പിറുപിറുത്തവരുണ്ടായിരുന്നു, സംതൃപ്തി ഇല്ലാത്തവരുണ്ടായിരുന്നു, കൂലി കൂടുതൽ ചോദിച്ചവരുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? ദ റിവാർഡ് ഈസ് ഇൻ ദ ഈവനിങ്.
സായാഹ്നത്തിലാണ് റിവാർഡ്. ആരോടും ഒരു എഗ്രിമെൻ്റ് ഒന്നും നടത്തിയില്ല. അതിരാവിലെ കണ്ടെത്തിയവരോട് ഒരു ധനാറ എന്ന് പറഞ്ഞു. പിന്നെ ആരോട് 3-ാം മണിക്കൂർ, 6-ാം മണിക്കൂർ, 9-ാം മണിക്കൂർ, 12-ാം മണിക്കൂർ. CSST സഭയിൽ അതിരാവിലെ വന്നവരുണ്ട്, 3-ാം മണിക്കൂർ വന്നവരുണ്ട്, 6-ാം മണിക്കൂർ വന്നവരുണ്ട്, 9-ാം മണിക്കൂർ, 12-ാം മണിക്കൂർ വന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും എങ്ങനെയുള്ളവരാണെന്ന് പറയുന്നത്. ചില വെറുതെ വായം പൊളിച്ച് വഴി നോക്കിക്കണമായിരുന്നു. ഞങ്ങൾ ആരും പണിക്ക് വിളിക്കണില്ല. അടിയന്മാർ, അലസന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചേർന്നതാണ് സന്യാസ ജീവിതം. അപ്പോഴൊക്കെ ഒരു റിവാർഡുണ്ട്. ദ ഈവനിങ് ഓഫ് യുവർ ലൈഫ് യു വിൽ ബി ജഡ്ജ്ഡ് ബൈ ലവ് എന്താണ് വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ പറയുന്നത്. ഒരു ധനാറ കിട്ടുള്ളൂ കേട്ടോ. പ്രൊവിൻഷ്യൽ ആയാലും സാധാരണ സിസ്റ്റർ ആയാലും കൂലി ഒന്നേ ഉള്ളൂ, ഒരു ധനാറേ ഉള്ളൂ. വെറുതെ കിടന്നാലും പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും ഒരു ധനാറേ ഉള്ളൂ. അത് വാങ്ങിക്കുമ്പോൾ പെറുപിറുക്കരെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെ വാങ്ങിയ ദൈവം തന്നിട്ടുള്ളത് ആ ഒരു ധനാറയാണ്. ആ ഒരു ധനാറ മതിയോട് ജീവിക്കാനായിട്ട്, സന്തോഷത്തോടെ ആ ഒരു ധനാറ മതി. സംതൃപ്തരായിട്ട് ആ കിട്ടിയ ഒരു ധനാറയും കൊണ്ട് അടിച്ച് പൊളിച്ച് സന്തോഷം സന്യാസം ആഘോഷിക്കണമെന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞേക്കണം. ആനന്ദം എന്നാണ് പറയുന്നത്. സന്യാസം പക്ഷെ ആനന്ദം. പോകുന്നിടത്തൊക്കെ ആനന്ദവും കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ സന്തോഷത്തോടു കൂടി, ആ സന്തോഷത്തിൻ്റെ കാരണം ദൈവമാണ്. മീൻസ് ഓഫ് അവർ ജോയ്, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ. നമ്മൾ ആദ്യം ധ്യാനിക്കാത്തൊരു ചിന്തയാണ്. എല്ലാ ദിവസവും അത് പ്രാർത്ഥിക്കും. മീൻസ് ഓഫ് അവർ ജോയ്, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ. സന്യസ്തരുടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കാരണം ദൈവമാണ്. ആ സന്തോഷവും ആനന്ദവും മരിക്കുവോളം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കൂടി എല്ലാവരുടെയും നാമത്തിൽ ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. സന്യാസവ്രത വാഗ്ദാനം. നിത്യവ്രത വാഗ്ദാന കർമ്മങ്ങൾ ആരംഭിക്കുന്ന അനുഗ്രഹപ്രദായകമായ നിമിഷങ്ങളാണിത്. അർത്ഥിനികൾ എഴുന്നേറ്റ് നിൽക്കുന്നു. വ്രതവാഗ്ദാനം ചെയ്യാൻ പോകുന്നവരിൽ ഒരാൾ We, sisters, Mary Sheila Dasan of Divine Mercy and Mary Stacy of the Risen Christ, now humbly request you, sister, to permit us to make our final commitment in the Institute of the Carmelite Sisters of Saint Teresa and to live our religious life henceforth in one of its communities, to give glory to God and to manifest His love for all mankind. We gladly permit. Thanks be to God. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ നിത്യവ്രത വാഗ്ദാനം ചെയ്യാൻ പോകുന്ന സഹോദരിമാരുടെ സമ്മതം ആരായുന്നു. തങ്ങളെ പേര് ചൊല്ലി വിളിച്ച് സ്വന്തമാക്കിയ യേശുനാഥൻ്റെ കാലടികളെ പിന്തുടരുവാനുള്ള സമ്മതം അർത്ഥിനികൾ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലിനെ അറിയിക്കുന്നു. Sister Mary Sheila Dasan of Divine Mercy, Sister Mary Stacy of the Risen Christ. Dear sisters, at your baptism, you already became a disciple of Jesus. Are you resolved to unite yourself more closely to Him by the bond of final commitment in the religious life? Are you resolved to build up a Eucharistic community, living a joyous, simple life in cordial interpersonal relationship, sensitive to the feelings of others, serving and witnessing effectively as community to the coming of God's kingdom of freedom, equality, justice, peace and love, in short, embodying all the gospel values? Are you resolved to be deeply committed to the person of Christ in the spirit of Carmel, led by the charism
of Mother Teresa, witnessing to him by a life of prayer, sharing your God experience with all, and identifying yourself with the poor and with the culture of the country? Are you resolved, with the help of God's grace, to lead forever a community life, manifesting the virginity, obedience, and poverty of Christ our Lord? Are you resolved to strive constantly for perfect love of God and your neighbor by zealously following the gospel and the constitutions of the Institute of the Carmelite Sisters of Saint Teresa? May the one who began this good work in you see to its completion before the day of Christ Jesus. ഇപ്പോൾ മുഖ്യകാർമ്മികൻ സകല വിശുദ്ധരോടുള്ള പ്രാർത്ഥനയ്ക്കായി എല്ലാവരെയും ക്ഷണിക്കുന്നു. വിശുദ്ധീകരണത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ചൈതന്യം നിത്യവ്രത വാഗ്ദാനം ചെയ്യാൻ പോകുന്ന അർത്ഥിനികളിലേക്ക് ചൊരിയുവാൻ വേണ്ടി അഭിവന്യ പിതാവ് സകല വിശുദ്ധരോടുമുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി നിന്ന് ഈ പ്രാർത്ഥനാ മാല്യത്തിൽ പങ്കുചേരാം. തത്സമയം വ്രതവാഗ്ദാനം ചെയ്യുന്നവർ ക്രൂശിന്മേൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാ സിദ്ധികളുടെയും ദാനങ്ങളുടെയും ഉറവിടമായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് ഈ സഹോദരികളെ അമ്മ ത്രേസ്യായുടെ കർമ്മലീത്ത സഭയിലേക്ക് വിളിച്ചു. ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള സമർപ്പണത്തിൽ അവരെ അവിടുന്ന് സ്നേഹപൂർവ്വം ശക്തിപ്പെടുത്തട്ടെ. സർവ്വവിശുദ്ധർ വന്ദിച്ച് അവർക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ പത്രോസ് പൗലോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാകും അന്ത്രേയാ, വിശുദ്ധനാകും യോഹന്നാനേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മറിയം മഗ്ദലേന, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാകും സ്റ്റീഫനേ, വിശുദ്ധനാകും ഇഗ്നേഷ്യസ്,
വിശുദ്ധനാകും ലോറൻസി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പെർപെത്തുവ ഫെലിസിത പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാകും ആഗ്നസി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാകും ഗ്രിഗോറി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാകും അഗസ്തീനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാകും ബസേലിയോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാകും അത്തനേഷ്യസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാകും മത്തീനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാകും ധനദിക്കേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാം ജോൺ മേരി വിയാനി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാകും കത്രീന പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാകും അമ്മ ത്രേസ്യ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധരാകും സകലരുമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കരുണാനിധിയ കർത്താവേ നാഥമോചനമേകണമേ. എല്ലാ തിന്മകളിൽ നിന്നും നാഥമോചനമേകണമേ.
ക്രിസ്തുവിൻ സ്നേഹം മേന്മേലെന്നും വളരണമെന്നിവർ പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. കർമ്മല സഭയതിലാസകലം പ്രത്യേകിച്ച് സോദരരിൽ പ്രാർത്ഥനാരൂപിയും പ്രേക്ഷിത ബോധം വളരണമെന്നിവർ പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. സുവിശേഷോക്തികൾ ധ്യാനിച്ച് വ്രതവാഗ്ദാനം ചെയ്യുന്നവരെ ക്രിസ്തുവിൻ രക്ഷാകർമ്മത്തിൽ സഹകാരികളായി ചേർക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. ഇവരുടെ ജനകന്മാർ തനയറിയുന്നു. പ്രതിഫലമിവരിൽ വിരാമം ചൊരിയണമെന്നിവർ പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. താവകസുതരാം വിശ്വാദം പ്രതിരൂപങ്ങളായെന്നെന്നും വളരാനിവരെ തുണയ്ക്കേണം. ആദരവോടെ പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. പാദം വച്ചൊരു പുണ്യപഥത്തിൽ അന്ത്യം വരെയും നിലനിൽക്കാൻ സന്തതമിവരെ നയിക്കേണം. വിനയസമേതം പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. അർപ്പിതരാമീ ദാസികളിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. പരിപാവനരായി തീർക്കണമങ്ങേ. എന്നും പ്രതിഷ്ഠിതരാക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. സജീവനാകും ദൈവത്തിൻ സുതരാമീശോമിശിഹായേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ കനിവോടങ്ങു കേൾക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. ക്രിസ്തുനാഥാ കേൾക്കണമേ. കനിവാർന്നിവരെ കേൾക്കണമേ. ക്രിസ്തുനാഥാ കർത്താവേ, അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ കൃപാവരത്താൽ സന്യാസവ്രത അനുഷ്ഠാനത്തിനായി നിൽക്കുന്ന ഈ ദാസ്യന്മാരുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. എല്ലാ പാപങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ തിജ്വാലയാൽ അവരെ ശുദ്ധീകരിക്കട്ടെ. അങ്ങയോടുള്ള സ്നേഹത്താൽ പ്രജ്വലിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. വ്രതവാഗ്ദാന കർമ്മം എല്ലാവരും ഇരിക്കുന്നു. ദൈവത്തിനും ദൈവജനത്തിനും
തങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടുള്ള വ്രതവാഗ്ദാന കർമ്മമാണിപ്പോൾ നടക്കുവാൻ പോകുന്നത്. അഭിവന്യ പിതാവിൻ്റെ സാന്നിധ്യത്താലും അനുഗ്രഹത്താലും അർത്ഥിനികൾ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലിൻ്റെ മുൻപിൽ വ്രതവാഗ്ദാനം നടത്തുന്നു. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അൾത്താരയുടെ വലതുവശത്ത് ഇരിക്കുന്നു. 2 കൗൺസിലർമാർ അവരുടെ സമീപം സാക്ഷികളായി നിൽക്കുന്നു. I, Sister Mary Sheila Dasan of Divine Mercy, make my profession and vow chastity, poverty, and obedience to the Lord our God, in honor of the Blessed Virgin Mary and Saint Teresa. In your hands, Sister Mary Vinita of Our Lady of Mount Carmel, the Provincial Superior, according to the constitutions of the Institute of the Carmelite Sisters of Saint Teresa, forever. Thanks be to God. I, Sister Mary Stacy of the Risen Christ, make my profession and vow chastity, poverty, and obedience to the Lord our God, in honor of the Blessed Virgin Mary and Saint Teresa. In your hands, Sister Mary Vinita of Our Lady of Mount Carmel, the Provincial Superior, according to the constitutions of the Institute of the Carmelite Sisters of Saint Teresa, forever. Thanks be to God. കാഴ്ചവയ്പ് പ്രദക്ഷിണം. കാഴ്ചവയ്പ് പ്രദക്ഷിണത്തിലൂടെ തൻ്റെ വ്രതവാഗ്ദാന പത്രികയുമായി മാതാപിതാക്കളാൽ ആനീതരായി വ്രതമെടുത്തവർ വ്രതവാഗ്ദാന രേഖ അഭിവന്യ പിതാവിനെ ഏൽപ്പിക്കുന്ന വിശുദ്ധ കർമ്മമാണിപ്പോൾ നടക്കുവാൻ പോകുന്നത്. മാതാപിതാക്കൾ തങ്ങൾക്ക് ലഭിച്ച മക്കളെ നിത്യമായും ദൈവരാജ്യത്തിനു വേണ്ടി വേല ചെയ്യുവാൻ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അർത്ഥിനികൾക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ഗായക സംഘം കാഴ്ചവെപ്പ് ഗാനം ആലപിക്കുന്നു. നിനക്കായി
ഞങ്ങളുടെ മേലിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവേശ്വര, ഈ സഹോദരികളുടെ ഉപകാരങ്ങളും വ്രതപ്രതിജ്ഞകളും കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങയോടും അങ്ങയുടെ ജനത്തോടുമുള്ള സ്നേഹത്തെ പ്രതി അങ്ങയ്ക്ക് പ്രത്യുത്തരം നൽകുന്ന ഇവർക്ക് അങ്ങയുടെ സ്നേഹം അദ്വൈതമാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കന്യകയിൽ നിന്ന് നിർമ്മല പുഷ്പം പോലെ അവതരണം ചെയ്യുകയും നിഷ്കളങ്ക ഹൃദയരെ ഭാഗ്യശാലികളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ക്രിസ്തുനാഥൻ തൻ്റെ പരിപാവന ജീവിതം വഴി കന്യത്വത്തിൻ്റെ മഹനീയത വെളിപ്പെടുത്തി. അവിടുന്ന് അങ്ങയുടെ തിരുവുള്ളം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മരണത്തോളം അനുസരണയുള്ളവനായി വർത്തിച്ചു. തന്നെ പരമയാഗമായി അങ്ങേക്ക് അർപ്പിച്ചു. അങ്ങയെ പ്രതി ലോകത്തിന് പരിത്യഗതികളായി അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവർക്ക് അങ്ങ് സ്വർഗത്തിൽ അക്ഷയ നിധി വാഗ്ദാനം ചെയ്തു. ആകയാൽ മലാക്കന്മാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ സ്തുതിഗീതികളാൽ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാം നിറഞ്ഞ മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങ് നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതല്ലെന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാൻ അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ അങ്ങ് ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് കുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് നിറച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മകനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവും ആയ ഈ ബലിവ അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തിരക്കൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ നിത്യമായൊരു കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു.
കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാനോടും ഈ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന അഭിവന്യ ജോസഫ് കാരിക്കശ്ശേരി പിതാവിനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങെല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ വിവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. അഭിവന്യ പിതാവ് അർത്ഥിനികളെ ആശീർവദിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രതിഷ്ഠാപന പ്രാർത്ഥനയാണിപ്പോൾ നടക്കുവാൻ പോകുന്നത്. അർത്ഥിനികൾ മുട്ടുകുത്തുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ഭക്തിയോടും കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ അഭിഷേക പ്രാർത്ഥനയിൽ പങ്കുചേരാം. സകല വിശുദ്ധിയുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയുടെ സ്വന്തമായ ദൈവസ്വഭാവത്തിൽ പങ്കാരാകാൻ അനുവദിച്ചുകൊണ്ട് അങ്ങയുടെ സൃഷ്ടിയായ മനുഷ്യനെ അങ്ങ് സ്നേഹിച്ചുവല്ലോ. ആദത്തിൻ്റെ പാപമോ ഈ ലോകത്തിൻ്റെ തിന്മയോ ദൈവമേ അങ്ങയുടെ സ്നേഹസുന്ദരമായ മാർഗത്തെ തടസ്സപ്പെടുത്തിയില്ല. ആരംഭത്തിൽ തന്നെ നിഷ്കളങ്കതയുടെ മാതൃകയായി ആബേലിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിൽ അനേകം സ്ത്രീ പുരുഷന്മാരെ സവിശേഷമായ വിശുദ്ധിയോടുകൂടി അങ്ങ് ഉയർത്തി. സിയോണിൻ്റെ പുത്രിയും നിത്യകന്യകയുടെ നിത്യകന്യകയുമായ മറിയമായിരുന്നു. ഇവരിൽ ഏറ്റവും വലിയ വിശുദ്ധ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ കന്യകയുടെ ഉദരത്തിൽ അങ്ങയുടെ വചനം മാംസമായി. അങ്ങനെ അങ്ങയുടെ പ്രിയസുതൻ
ഈശോ മിശിഹാ മനുഷ്യനായി. പിതാവേ, ക്രിസ്തുനാഥനിൽ വിശുദ്ധിയുടെ ഉറവിടവും യഥാർത്ഥ മാതൃകയും അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഞങ്ങളെ ധന്യരാക്കുന്നതിന് വേണ്ടി അവിടുന്ന് ദരിദ്രനായി. ഞങ്ങളെ സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഒരു ദാസനായി. തൻ്റെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും വഴി അവിടുന്ന് ലോകത്തെ രക്ഷിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട് തൻ്റെ തിരുസഭയെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ക്രിസ്തുനാഥനെ പിൻചെല്ലുവാൻ അങ്ങയുടെ മക്കളിൽ നിന്നും അനേകം പേരെ അങ്ങ് വിളിച്ചു. അങ്ങനെ വിളിക്കപ്പെട്ടവർ അങ്ങയെ പ്രതി അവർക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ കൂടുതൽ അടുത്ത് സ്നേഹിക്കുന്നതിനും സഹോദരങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നതിനുമായി അവരെ തന്നെ സമർപ്പിച്ചു. ദൈവമേ, അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സഹോദരിമാരെ കാത്തു പരിപാലിക്കുകയും പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയക്കുകയും ചെയ്യണമേ. ഇവർ വാഗ്ദാനം ചെയ്തതെല്ലാം വിശ്വസ്തയോടെ നിറവേറ്റുന്നതിന് അവിടുത്തെ വരസഹായത്താൽ ഇവരെ പ്രാപ്തരാക്കണമേ. ഇവർ കറപറ്റാത്ത വിശുദ്ധിയിലും സന്തുഷ്ടിയോടുകൂടിയ ദാരിദ്ര്യത്തിലും ഉദാരമായ അനുസരണശീലത്തിലും സ്നേഹസമ്പന്നമായ കന്യത്വത്തിലും ദിവ്യഗുരുവായ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ഇടവരട്ടെ. ഇവർ പരീക്ഷണഘട്ടത്തിൽ ക്ഷമയുള്ളവരും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരും ശരണത്തിൽ സന്തോഷമുള്ളവരും ഉപവിയിൽ തീഷ്ണരുമാകട്ടെ. ഇവരുടെ ജീവിതം തിരുസഭയെ പടുത്തുയർത്തുകയും ലോകരക്ഷയ്ക്കായി വിനിയോഗിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങനെ അനുസരമായ സ്വർഗീയ നന്മകളുടെ വിശിഷ്ട മാതൃകളായി ഭവിക്കട്ടെ. കർത്താവേ, അങ്ങ് ഈ ദാസിമാർക്ക് വെളിച്ചവും വഴികാട്ടിയുമാകണമേ. അവസാന വിധി നാളിൽ ഇവർ അങ്ങയുടെ തിരുകുമാരൻ്റെ ന്യായപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് ചെയ്ത വ്രതവാഗ്ദാനങ്ങളുടെ പ്രതിഫലം ആനന്ദത്തോടെ സ്വീകരിക്കുവാൻ ഇടവരുത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസനിർക്കന്മാർക്ക് അങ്ങേ തിരുവിള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ സമാധാനം.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങനെ വാഴ്ന്ന് പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യരഹസ്യങ്ങൾ ഭക്തിയോടെ സ്വീകരിച്ച ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പാവനമായ സമർപ്പണത്താൽ അങ്ങയോട് ബന്ധിപ്പിക്കപ്പെട്ട അങ്ങേ ഈ ദാസിമാരെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഉജ്ജ്വലിപ്പിക്കുകയും അങ്ങേ പുത്രനോട് നിത്യമായ സഹവാസത്തിലൊന്നിപ്പിക്കുകയും ചെയ്യണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. സഭയിലേക്ക് സ്വീകരണം. പ്രിയ സഹോദരരെ, നിത്യവ്രത വാഗ്ദാനം ചെയ്ത സഹോദരിമാരെ സഭയിലേക്ക് ഔദ്യോഗികമായി സ്വീകരിക്കുന്ന കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അൾത്താരയിലേക്ക് വരുന്നു. പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകാൻ തങ്ങളെ പേര് ചൊല്ലി വിളിച്ച നാഥൻ്റെ വഴിയിലൂടെ മുന്നേറുവാൻ ഈ സഹോദരിമാർ തീരുമാനിച്ച ഈ അനുഗ്രഹപ്രദായകമായ നിമിഷത്തിൽ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അവരെ തെരേസ്യൻ കർമ്മലീത്ത സഭയിലെ അംഗങ്ങളായി സ്വീകരിക്കുന്നു. We confirm that you are now one with us as members of this religious community of the Carmelite Sisters of Saint Teresa, sharing all things in common with us for the future. Fulfill loyally the ministry entrusted to you by the Church to be carried out in her name. Receive the word of God. Always meditate on it, live it, and share it with others. Receive the word of God. Always meditate on it, live it, and share it with others. കർത്താവെ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിനാൽ എത്ര സ്നേഹിക്കപ്പെടുവാനും ക്രിസ്തുവിനോളം സ്നേഹിക്കുവാനും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ചേക്കേറാനും വേണ്ടി ഞങ്ങൾക്ക് ലഭിച്ച ദൈവവിളി എന്ന മഹാദാനത്തിനു മുന്നിൽ കൃതജ്ഞതാപൂർവം ഞങ്ങൾ ശിരസ് നമിക്കുന്നു. താങ്ങായി, തണലായി, കരുതലായി, സഹയാത്രികനായി സന്യാസ ജീവിതത്തിൻ്റെ അഴകും പകർന്നു നൽകി നയിച്ച നല്ല നാഥ, അങ്ങേക്കു നന്ദി. കർമ്മലാരാമത്തിൽ പരിശുദ്ധ അമ്മയുടെ പുണ്യവും വിശുദ്ധരുടെ ചൈതന്യവും അനുദിനം വിശ്വാസ ജീവിത പാതയിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായി. കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഈ കാലഘട്ടത്തിൽ അനേക തിരക്കുകളുടെ ഇടയിൽ ഈ കൃതജ്ഞതാബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് ദൈവാനുഗ്രഹം ഞങ്ങൾക്കു നേടിത്തന്ന അഭിമന്യ ജോസഫ് കാരിക്കശ്ശേരി പിതാവിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. സന്യാസ ജീവിതം ദൈവത്തിൻ്റെ കൂടെ നടക്കണമെന്നും അവൻ മാത്രമായിരിക്കണം ലക്ഷ്യമെന്നും എന്ന തിരുവചനം പകുത്തു നൽകി സന്യാസ ജീവിതത്തിൻ്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ചും
ഹൃദയത്തിൽ എന്നും കനലായി സൂക്ഷിക്കേണ്ട ആത്മീയ ചൈതന്യത്തിൻ്റെ നിറവിനെക്കുറിച്ചും ഞങ്ങളെ ഓർമ്മിപ്പിച്ച ബഹുമാനപ്പെട്ട ഫാദർ തമ്പിയാറയ്ക്കൽ OCDക്ക് ഒത്തിരി ബഹുമാനത്തോടെ നന്ദി പറയുന്നു. തൻ്റെ തിരക്കുകളുടെ ഇടയിലും ഇന്നലെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പ്രാക്ടീസ് നൽകുകയും ഇന്ന് സഹകാർമ്മികത്വം വഹിക്കുകയും ചെയ്ത സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷിനു ജോൺ അച്ഛന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ സന്യാസ യാത്രയിൽ വഴിവിളക്കായി നിന്ന് ഞങ്ങളെ ഇതുവരെ നയിച്ച എല്ലാ സുപ്പീരിയർ ജനറൽമാരെയും പ്രൊവിൻഷ്യൽമാരെയും കൗൺസിലേഴ്സിനെയും ഏറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളുടെ സഭയെ നയിക്കുന്ന സിസ്റ്റർ ക്രിസ്റ്റിനെയും കൗൺസിലേഴ്സിനെയും കേരള പ്രോവിൻസിനെ നയിക്കുന്ന സിസ്റ്റർ വിനീതയെയും അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ നീലിമയെയും ഫൊമേഷൻ കൗൺസിലർ സിസ്റ്റർ ബെറ്റിയെയും പ്രൊവിൻഷ്യൽ ടീമിനെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. കർമ്മലിത്ത ജീവിതത്തിൻ്റെ ആഴങ്ങൾ തേടുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിച്ച എല്ലാ ഫോർമേറ്റേഴ്സിനെയും ജൂനിയർ മിസ്ട്രസ്മാരെയും എല്ലാ ആത്മീയ ഗുരുക്കന്മാരെയും ഈ നിമിഷം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അവർ ഞങ്ങളിൽ ചൊരിഞ്ഞ സ്നേഹത്തിനും കരുതലിനും നന്ദി. ആവൃത്തിക്കുള്ളിലെ പൂവിടലാണ് സന്യാസം എന്ന തിരിച്ചറിവിലേക്ക്, അതിൻ്റെ സാഹോദര്യ സ്നേഹത്തിലേക്ക്, പങ്കുവയ്ക്കലിലേക്ക്, ചെറുതാകലിലേക്ക് ഞങ്ങളെ നയിച്ച എല്ലാ സുപ്പീരിയേഴ്സിനും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും നന്ദി. CSST സഭയുടെ നനവിലാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങളുടെ ജീവിതയാത്രയിലുടനീളം ശക്തി സ്രോതസ്സായി നിലകൊള്ളുകയും ഇപ്പോൾ വിവിധ സന്യാസ ഭവനങ്ങളിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനും അകമഴിഞ്ഞ നന്ദി. പ്രത്യേകിച്ച് ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും കഠിനാധ്വാനവും വഴി രാപ്പകൽ അക്ഷീണം പ്രവർത്തിച്ച സുപ്പീരിയർ സിസ്റ്റർ മാരിസേനയ്ക്കും കമ്മ്യൂണിറ്റിയിലെ എല്ലാ സിസ്റ്റേഴ്സിനും വർക്കിംഗ് പേഴ്സൺസിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസത്തെ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതിനായി സഹായിച്ച ഭക്തി നിർഭരമായ പ്രയർ സർവീസ് സ്വർഗീയ അനുഭൂതിയിലേക്ക് ഞങ്ങളെ നയിച്ച ഗായക സംഘത്തിനും ഞങ്ങൾക്ക് വേണ്ടി മനോഹരമായി ദേവാലയം ക്രമീകരിച്ച എല്ലാ സിസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ ഈ ദിവസം വളരെ മനോഹരമായി മാറ്റുവാൻ സഹായിച്ച എല്ലാ മീഡിയ അംഗങ്ങൾക്കും സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ചവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ സുപ്പീരിയേഴ്സിനെയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ ഞങ്ങൾക്ക് പകർന്നു നൽകി സമർപ്പണം എന്ന വലിയ പുണ്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നയിച്ച ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹവും പ്രാർത്ഥനയും പരിത്യാഗങ്ങളുമാണ് ഇന്നീ ബലിവേദിയിൽ നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത്. അതോടൊപ്പം പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ നന്ദി. മൺമറഞ്ഞു പോയ CSST സഭയിലെയും ഞങ്ങളുടെ കുടുംബത്തിലെയും എല്ലാ പൂർവികരെയും ഈ ബലിവേദിയിൽ ഞങ്ങൾ നന്ദിയോട് സ്മരിക്കുന്നു. പ്രത്യേകിച്ച് സ്വർഗത്തിലിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഫോമേറ്റർ സിസ്റ്റർ അനക്ലീറ്റയെയും പ്രൊവിൻഷ്യലായിരുന്ന സിസ്റ്റർ ക്രിസ്റ്റബലിനെയും സ്നേഹത്തോടെ നന്ദിയോടെയും ഞങ്ങൾ ഓർക്കുന്നു. ഇന്നത്തെ ഈ ദിനം ധന്യമാക്കി തീർത്ത നല്ല തമ്പുരാനും മനോഹരമാക്കുവാൻ യത്നിച്ച ഓരോ വ്യക്തിയെയും ഏറ്റവും സ്നേഹത്തോടെ ആൾത്താരിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ജീവിതപാതയിലും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് പാഥേയമാകട്ടെ.
കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സത്യപ്രതിജ്ഞകളുടെ പ്രചോദകനായ ദൈവം നിങ്ങൾ ചെയ്ത വ്രതപ്രതിജ്ഞകൾ നിലനിൽക്കുന്ന വിശ്വാസത്തോടെ കാത്ത് സൂക്ഷിക്കുവാൻ അവ ദൃഢീകരിക്കുകയും ഹൃദയങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടുങ്ങിയ വഴിയിലൂടെ സഹോദരരുടെ പാദങ്ങൾ ആഹ്ലാദപൂർവ്വം വഹിച്ചുകൊണ്ടും ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ മുന്നേറാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങളെയും ക്രിസ്തു സ്നേഹത്തിൻ്റെ പ്രതീകം പ്രതിഫലിപ്പിക്കുന്ന ഒരു കുടുംബമായി തീരാൻ ദൈവസ്നേഹം ഇടയാക്കുമാറാകട്ടെ. ഈ തിരുക്കർമ്മങ്ങൾക്കായി കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദൈവപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ബഹുമാനപ്പെട്ട ശീലാദാസനും സിസ്റ്റർ സ്റ്റെസിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും തമ്പിയച്ഛൻ്റെയും ഷിനോച്ചൻ്റെയും എൻ്റെയും പേര് പ്രത്യേകമായിട്ട് അഭിനന്ദനം. നിങ്ങൾ എടുത്ത പ്രതിജ്ഞകൾ ദൈവത്തിൻ്റെ മനോഹരകാരിതമായ ഈ ലോകത്തിൽ അനുഗ്രഹങ്ങളും നന്മകളുമായി സ്പർശിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഈ മക്കളെ ദൈവത്തിനായി സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചതിനും അനുഗ്രഹം ദൈവം തന്നതിനുമെല്ലാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള പ്രൊഫഷണൽ സിസ്റ്ററിനെയും എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വ്രതവാഗ്ദാനം ചെയ്ത സഹോദരിമാരുടെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ അനന്തസ്നേഹത്തിൻ്റെ നന്ദി സൂചകമായി അഭിവന്യ പിതാവിന് മെഴുകുതിരി കൊടുക്കുന്നു. ഗായകസംഘം സമാപന ഗാനം ആലപിക്കുന്നു.
ആകാശത്താൻ